തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി ADGP നൽകിയ റിപ്പോർട്ടിലെ വനംവകുപ്പിനെതിരായ പരാമർശം സ്വാഗതം ചെയ്ത് പാറമേക്കാവ് ദേവസ്വം. വനംവകുപ്പിനെതിരെ പാറമേക്കാവ് ഉയർത്തിയ ആരോപണങ്ങൾ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് ഇന്ന് 24-നോട് പറഞ്ഞു. തൃശൂർ പൂരം തകർക്കാൻ NGOകൾ ശ്രമിച്ചെന്നും ഇതിനായി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ യോഗം ചേർന്നെന്നും രാജേഷ് ആരോപിക്കുന്നു. 50 മീറ്റർ എന്ന് പറഞ്ഞാൽ 200 അടി, അതായത് ആനകളും മേളക്കാരും തമ്മിൽ 200 അടി ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു പരിധി, ദൂരപരിധി വേണം എന്ന് പറഞ്ഞാൽ കേരളത്തിലോ ഈ ലോകത്തിലോ ഒരു ഉത്സവവും അല്ലെങ്കിൽ ഒരു പൂരവും നടക്കില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ആരുടെ പ്രേരണയിലാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 3 എന്നുള്ളത് 50 ആക്കിയത്, 3 മീറ്റർ എന്നുള്ളത് 50 മീറ്റർ ആക്കുകയും പിന്നീട് വളരെയധികം പ്രഷർ വന്നപ്പോൾ അവരത് 6 മീറ്ററാക്കി കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഈ 3 മീറ്റർ എന്നുള്ളത് 50 മീറ്റർ ആക്കിയത് തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം തകർക്കാൻ തന്നെയാണ്. ഇത്തരമൊരു നിയമം മറ്റൊരു പൂരത്തിനുമില്ലാണ്ട്, മറ്റൊരു ഉത്സവത്തിനുമില്ലാണ്ട് ഏപ്രിൽ 11 തൃശ്ശൂർ പൂരം മാത്രം ബാക്കിയിരിക്കുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവം മാത്രമേ ഉള്ളൂ. ഈ 50 മീറ്റർ ആക്കിയതിൻ്റെ പുറകിലുള്ള കള്ളക്കളി, ആ കള്ളക്കളി അതിൻ്റെ ബേസ് നടന്നിട്ടുള്ളത് ഈ ഡിസംബർ 20 ഹോളിഡേ ഇന്നിൽ ഈ NGOമാരുടെ കൂട്ടായ്മയാണെന്ന് പറയണേ. സംഘാടകരെന്ന നിലയിൽ പൂരം നിർത്തിവെക്കുന്നതിനോട് യോജിപ്പുണ്ടായിരുന്നെന്നും പാറമേക്കാവ് ദേവസ്വം ബോർഡ് പറയുന്നു. പാണികെട്ടി പുറത്തിറങ്ങിയാൽ ഭഗവതി ആചാരം ചൊല്ലി പിരിഞ്ഞ് തിരിച്ചെത്തിക്കുന്നതാണ് വിശ്വാസമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് 24-നോട്. തീർച്ചയായിട്ടും ഒരു സംഘാടകൻ എന്നുള്ള നിലയ്ക്കും ഒരു ദേവസ്വം എന്നൊരു നിലയ്ക്കും ഒരു ദേവതയുടെ പൂരം നിശ്ചയിച്ച് പാണി കൊട്ടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചടങ്ങുകൾ ആക്കുക എന്നുള്ള ഉത്തരവാദിത്തം ആ കമ്മിറ്റിക്കും ആ ആൾക്കാർക്കും ഉള്ളതാണ്. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും പാറമേക്കാവ് മുന്നോട്ട് തന്നെ പോവും. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പൂരം നിർത്തിവെക്കുകയോ അത്തരം കാര്യങ്ങളിലേക്ക് പോകുകയില്ല എന്ന് മാത്രമല്ല, എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാടിൽ തന്നെയായിരുന്നു പാറമേക്കാവ് ദേവസ്വം. ദീപക് തർമ്മടം കൂടി നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. ദീപക്, G. രാജേഷ് പറഞ്ഞ കാര്യം കേട്ടല്ലോ, എന്താണ് ഇതിൻ്റെ വിവരങ്ങൾ? ഇത് ADGPയുടെ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തന്നെയാണ് ഇപ്പോൾ G. രാജേഷ്. ഒരുപക്ഷെ ഇന്നലെ 24 ആണ് ഈ വാർത്ത പുറത്തുവിടുന്നത് ആദ്യം. അതായത് റിപ്പോർട്ടിൽ അട്ടിമറിയില്ല, റിപ്പോർട്ടിൽ പോലീസിന്റെ മാത്രം കുറ്റപ്പെടുത്തൽ എന്നൊക്കെയായിരുന്നു മുഴുവൻ മാധ്യമങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്നലെ SKN പ്രൈം ടൈമിൽ നമ്മൾ ആദ്യ ഭാഗം പുറത്തുവിടുന്നു. ഇന്നിപ്പോൾ ആ റിപ്പോർട്ട് തന്നെ ശരിവെക്കുന്ന രീതിയിലാണ് പാറമേക്കാവ് പറയുന്നത്. കാരണം തിരുവമ്പാടി ദേവസ്വമാണ് പൂരം നിർത്തിവെക്കാൻ തീരുമാനിച്ചത് എന്ന് പാറമേക്കാവ് ദേവസ്വം സ്ഥിരീകരിക്കുകയാണ്. കാരണം പൂരം പൂർത്തിയാക്കാനായിരുന്നു എല്ലാ ശ്രമവും പാറമേക്കാവും ജില്ലാ ഭരണകൂടവും നടത്തിയതെന്ന് റിപ്പോർട്ടിലുണ്ട്. ആ കാര്യം ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വത്തിന്റെ സെക്രട്ടറി രാജേഷ് ഇപ്പോൾ 24-നോട് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രതിനിധി സൂരജുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായി ഈ റിപ്പോർട്ടിൽ വസ്തുതാപരമായ കണ്ടെത്തലാണ് ഈ തിരുവമ്പാടി ദേവസ്വമാണ് പൂരം നിർത്തിവെച്ചൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് ഇപ്പോൾ പാറമേക്കാവ് കൂടി സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, SKN ഈ റിപ്പോർട്ടിൽ ഒരിടത്തും രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാവുന്നത്. പക്ഷേ എന്നാൽ ഈ ഗിരീഷ് കുമാർ ഒരു കോൺഗ്രസ് നേതാവാണ്, കോൺഗ്രസിന്റെ കൗൺസിലർ ആയിരുന്നു എന്നുള്ളത് കൂടി കൂട്ടി വായിക്കുമ്പോൾ ചിലപ്പോൾ ഈ റിപ്പോർട്ട് ഭാവിയിൽ അല്ലെങ്കിൽ തുടർ ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിനിടയാക്കും. കാരണം പൂരം കലക്കിയത് സർക്കാരും ADGPയുമാണ് എന്ന വാദങ്ങൾ പൂർണ്ണമായും പൊളിയുന്ന രീതിയിലേക്കായിരിക്കും ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ മാറുക എന്നുള്ളത് തീർച്ചയാണ് SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം.